നമസ്കാരം. എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ഭാരതീയരെ, ഞാൻ ക്ലീറ്റസ് മത്തായി. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെതിരെ നിങ്ങളെയൊക്കെ ഒന്ന് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, എന്താണ് ആ വിപത്തെന്ന്? മറ്റൊന്നുമല്ല, ചൈനീസ് ഉൽപ്പന്നങ്ങൾ. ചൈനയിൽ നിന്നും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന അതിമാരകമായ വിഷം നിറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ ഒരു 90% ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ടാക്കുന്ന വിപത്ത് എന്താണ്? ക്യാൻസർ, ട്യൂമർ, ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ. നിങ്ങൾക്കറിയാമോ, ചൈനയിൽ ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഇതവരെന്ത് ചെയ്യുകയാണ്? അവരുടെ നാട്ടിൽ അത് ഇടാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് അതവർ റീസൈക്കിൾ ചെയ്ത് പല പല ഉൽപ്പന്നങ്ങളായി, കളിപ്പാട്ടങ്ങളായി, പ്ലാസ്റ്റിക് വസ്തുക്കളായി അവർ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ രാജ്യത്തോട്ട് കയറ്റി അയക്കുകയാണ്. നിസ്സാര വിലയ്ക്ക് നമ്മളിത് വാങ്ങി നമ്മുടെ രാജ്യത്തു നിന്ന് കിട്ടുന്ന ഈ പൈസ നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി യുദ്ധ സാമഗ്രികൾ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ പാവം ഇന്ത്യക്കാർ ഇതൊന്നും അറിയാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ ഇനിയെങ്കിലും ശക്തമായിട്ട് പ്രതികരിക്കണം. അതിനുള്ള സമയമായിരിക്കുന്നു. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഞാനിതേ കണ്ടില്ലേ, എൻ്റെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം കത്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതുപോലെ തയ്യാറാകുക, ഉണർന്ന് നമ്മളെ ഭാരതത്തെ രക്ഷിക്കാനായി തയ്യാറെടുക്കുക. ഇപ്പം ഞാനും എൻ്റെ മോളാണ് ഇത് വീഡിയോയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാര്യ അകത്ത് പ്ലാസ്റ്റിക് സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കുചേരണം. ഇത് വിജയിപ്പിക്കണം. ജയ് ഹിന്ദ്. ഇതെന്താണെന്നാ, ഈ ഇവിടെ കേരളത്തിലും ഇന്ത്യയിലൊന്നും അല്ലല്ലോ ജീവിക്കണത്. നീ വേറെ ഏതോ രാജ്യത്താണല്ലോ. അല്ല, ഇതെന്താ സംഭവം? എന്താണ് ഒന്നും അറിയുന്നില്ലല്ലേ? പത്രമൊക്കെ വായിക്കണം. അതെ, നമ്മുടെ നാട്ടില് ഭയങ്കര ഒരു വിപത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ, വളർന്ന്. എന്നാ ആര് പറഞ്ഞു? ഇതാണ് അളിയനെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു കാര്യവും അറിയില്ല എന്ന് പറയണത്. നമ്മുടെ നാടുണ്ടല്ലോ, ഓരോ നിമിഷവും ഓരോ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അളിയ നോക്കിക്കോ, ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു ജീവി പോലും ഉണ്ടാവില്ല, രാജ്യവും ഉണ്ടാവില്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചൈനയെ പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവന്മാർ അവിടെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളെ വിപണിയിലാണ്. ഇതെല്ലാം എന്താണ്? വിഷാംശം നിറഞ്ഞ സാധനങ്ങളാണ്. പിന്നെ അതുകൊണ്ടല്ലേ ഇപ്പൊ മാരകമായ രോഗങ്ങൾ ഇവിടെ വന്ന് പിടിപെടണേ. ഇതൊക്കെ ആര് പറഞ്ഞു നിന്നോട്? അളിയാ, ഇതൊക്കെ വായിക്കുകയും നമ്മൾ പത്രം വായിക്കുകയും വാർത്തകൾ അറിയുകയും പരസ്പരം ആൾക്കാരുമായിട്ട് ഇടപെടണം. അപ്പോഴേ ഇതൊക്കെ അറിയാൻ പറ്റും. അറിവുള്ളവർ പറയുന്നത് കേൾക്കണം, മനസ്സിലാക്കണം. അതെ, ഞങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരായിട്ട് ഒരു ബൃഹത് പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താ? അല്ല, ഇനിയിപ്പോൾ ഉടനെ തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ വെച്ചിട്ട് നമ്മൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ടേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ചൈന എന്നുള്ള സാധനങ്ങൾ വരാതിരിക്കുമോ? അല്ലളിയാ, ഇത് വരാതിരിക്കണതിന്റെ ഒരു തുടക്കമാണിത്. ഇതിപ്പോ ഞാനിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്തെന്താണെന്നറിയാമോ? ഇത് ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അയക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾ കത്തിച്ച് തുടങ്ങി. ഇത് കാണുമ്പോൾ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറെ അണികൾ, എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരും തുടങ്ങും. ഇത് അവരവരുടെ വീട്ടിലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കത്തിച്ചു തുടങ്ങും. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് രാജ്യത്തിന് വേണ്ടി ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെല്ലാവരും ഇനി ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് അതെല്ലാം ഇട്ട് കത്തിക്കണം. ഇതിപ്പോ നമ്മുടെ പാർട്ടിയുടെ വാങ്ങിച്ചിട്ടല്ലളിയാ, വീട്ടിലുള്ളത് കത്തിക്കണം. പിന്നെ ആരും പിന്നെ ഇത് വാങ്ങാതിരിക്കുമല്ലോ. അപ്പോ ഇത് ഞങ്ങള് ഇനി ഇന്ത്യ ഒട്ടാകെ ഇതിന്റെ പദ്ധതി ഞങ്ങളെ പാർട്ടി പ്ലാൻ ചെയ്യും. എടാ വാങ്ങാത്തോലിയാ, ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. നീ ആദ്യം നിന്റെ കുടുംബം നന്നാക്കണം, എന്നിട്ട് നാട് നന്നാക്കാൻ പോ കേട്ടാ. ഞാൻ നാട് നന്നാക്കണോ വീട് നന്നാക്കണോ ഞാൻ തീരുമാനിക്കും കേട്ടാ. വിവരവും ബോധമില്ലാത്ത നിന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല. നീ പോസ്റ്റിൽ കയറാൻ പോടാ മക്കളെ. മെയ്ഡ് ഇൻ ചൈന കഴിക്കുന്ന എല്ലാ സാധനവും എടുക്കും, നമുക്ക് അതെല്ലാം കത്തിക്കാം. മെയ്ഡ് ഇൻ പാല കത്തിക്കാൻ പറ്റുമോ? പാലായിലുള്ളതൊക്കെ തീ കുരുത്തതാ, അങ്ങനെ തീയിൽ കത്തൂല കേട്ടോ. എല്ലാം നോക്കി എടുക്കും മക്കളെ. അയ്യോ, അത് ചൈനയാണോ? ഇതാണ് അവസാനം അവർ ഇറക്കി തന്ന സാധനം. നമ്മളെല്ലാം അടിച്ചേപ്പിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന സാധനം. ഇതെന്താണ്? ഇത് ചൈനയല്ലേ? ചൈന. ക്ലോക്കൊക്കെ പിന്നെ ഇതൊക്കെ ചൈനയാണ്. എടി ചൈനയാണോ അതൊക്കെ? ഇങ്ങെടുക്ക്.
ഒരു അടി അടിച്ചെന്നുണ്ടല്ലോ. നീ കണക്കിന് അടുത്ത സ്കൂളും ചൈനയാണെന്ന് പറയുമല്ലോ. പഠിക്കും. ഇങ്ങോട്ട് എടുക്ക്. ആ അതുമൊക്കെ വേണം. എടി അതൊക്കെ എടുക്കും ഇങ്ങോട്ട്. ഇതെല്ലാം ചൈനയുടെ സൈന്യം വേറെ. ആ അതേ ഇരിക്കുന്നു. എടി കൊണ്ടുവച്ചടി. പഠിക്കണ ബുക്കിന് അവള് കളിക്കുന്നു. ഇനിയിപ്പോ ഇതൊക്കെ ഇതൊക്കെ ചൈനയുടെ അംഗം. ഇതൊക്കെ ചൈനയുടെ ആണ്. എടി അത് ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ്. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇവളുടെ കാര്യം എടി, ഇത് ഭയങ്കര വിഷമാണ് ഇതൊക്കെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിനക്ക് ഇതിനെല്ലാം ഞാൻ വേറെ മേടിച്ചു തരും. ഇത് തുടരുത്, വിഷമാണ്. കൈയെടുക്ക് കൈയെടുക്ക്. ഗ്ലാസ്സിലെല്ലാരും വിഷം നിറച്ചിട്ട് പോടുന്നു. എടി പറയണതൊന്ന് കേക്ക് നീ സമാധാനമായിട്ട്. ഞാൻ പറഞ്ഞോളൂ. ചൈന ഉൽപ്പന്നങ്ങൾ നമ്മൾ വലിയ ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ തുടച്ച് മാറ്റിയതിനു ശേഷം ഇന്ത്യ മാത്രം ഉപയോഗിക്കുക. എടി അവന്മാർ അവിടെ കിടക്കുന്ന ഓരോ ചപ്പും ചവറും എടുത്ത് വിഷം ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഓരോ സാധനം ഉണ്ടാക്കി ഇങ്ങോട്ട് വിടുകയാണ്. ഈ കപ്പിൽ എന്ത് വിഷം ഉണ്ടാവാനാണ്? എന്റെ തങ്കമ്മ, അത് ക്യാൻസർ ഉണ്ടാക്കും. ക്യാൻസർ. ആ കുറച്ചു നാൾ മുമ്പ് വരെ നമ്മുടെ രാജ്യത്തില്ലായിരുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ഇതിപ്പോ ഇവിടേക്ക് വരാൻ കാരണക്കാരാരാ? ചൈന. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സാധ്യമല്ല. ഇതിനെതിരെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. അടുക്കളയിൽ കുറെ സാധനങ്ങളുണ്ടാവും. എല്ലാ സാധനവും എടുത്തോ. മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിരിക്കുന്ന സകലമായ സാധനങ്ങളും ചാക്കിലാക്കിക്കോ. നമ്മൾ എല്ലാവർക്കും മാതൃകയാക്കണം. ഈ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും എടുക്കരുത്. ഇത് വിഷമായി കഴിഞ്ഞു. ഇത് ക്യാൻസർ ആയി കഴിഞ്ഞു. ഇനി നമ്മളിത് ഉപയോഗിക്കരുത്. പിന്നെ തങ്കം, നിന്റെ ആ സ്ത്രീ കൂട്ടായ്മ ഉണ്ടല്ലോ, തൊഴിലുറപ്പ്, അവിടെ പോകുമ്പോൾ എല്ലാവർക്കും ഇത് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തോണം കേട്ടോ. എടാ, നാളെ രാവിലെ ഇവിടുന്ന് നേരെ അങ്ങ് ഗുരുവായൂരേക്ക് പോകും. അതാ നല്ലത്. രാവിലെ ഇവിടുന്ന് പോയാൽ എങ്ങനെ കാലത്ത് വാഗച്ചാർത്ത് കൊടുക്കാൻ പറ്റണേ? ഇപ്പൊ പോയാലല്ലേ രാവിലെ അവിടെ എത്തുള്ളൂ. അപ്പം കൂടെ ആരുണ്ട് ഇതിൻ്റെ? ആരുണ്ട്? എനിക്ക് കുടുംബം കുട്ടികളൊന്നും ഇല്ലല്ലോ. ഒറ്റയ്ക്ക് പോയി തൊഴുക, ഭഗവാൻ കാത്തോളും. ഉച്ചയ്ക്ക് തന്നെ എത്തുമോ നീ? ആ ഉച്ചയ്ക്ക് എത്തണേ. വേറെ കാര്യമുണ്ട്. അവിടെ വളപ്പിലെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. അതാ അത് മതി തന്നെയല്ല. അത് ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ? ആ നീ ഇറങ്ങാറായോ? ആ ഇറങ്ങായി. ആ സമയം എത്രയൊക്കെ ആയോ? അമ്മ ഒന്ന് പോണ്ടോ? ആടാ പോണേ. അല്ല അല്ലെങ്കിൽ ഒന്ന് പോണ്ടോ? അല്ല അത് പറ്റില്ലേ. രാവിലെ നേരത്തെ വാഗച്ചാകര തൊഴിൽ ഇപ്പൊ തന്നെ പോണ്ടേ? അല്ല എന്തായാലും ചെറുത് നോക്കിയാന്ന് ജിം വെറുതെ മനസ്സ് മാറ്റാണ്ടിരുന്ന ഭഗവാന്റെ കാര്യം. അതെ, എന്റെ ഹെൽമെറ്റ് എവിടെ? ആ സ്ക്രൂ ഡ്രൈവർ ഹെൽമെറ്റ് ഒക്കെ എവിടെയമ്മാ? അത് വെച്ചോടത്ത് നോക്കടാ. എനിക്കങ്ങനെ അറിയാം. നീ കൊണ്ട് തൂക്കുന്നിടത്തൊക്കെ കാണും. അല്ല എനിക്കങ്ങനെ. നീ എന്നെയാണോ ഏൽപ്പിക്കുന്നത്? എന്തൊരു കഷ്ടാണ് നോക്ക്. എടാ അവളെ വിളിച്ച് ചോദിക്ക്. ജമന്തി, ജമന്തി, അച്ഛന്റെ അതേ സ്വഭാവം. ഇറങ്ങുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ട്. എവിടെയാണ് ആ ഹെൽമെറ്റും സ്ക്രൂ ഡ്രൈവറൊക്കെ കൊണ്ട് വെച്ചിരിക്കണ നീ? എവിടെ? ആ ഹെൽമെറ്റും സ്ക്രൂ ഡ്രൈവറൊക്കെ എവിടെയെന്ന്? എന്താ ഈ പറയണ? അപ്പൊ നീയല്ലേ ഇന്നലെ കൊണ്ടുവച്ചത്? അത് ഞാൻ ഇവിടെയല്ലേ വെച്ചത്. എടി മന്തപ്പ, വന്നു കഴിഞ്ഞപ്പോ നിന്റെ കയ്യിലല്ലേ ഞാൻ തന്നത്. ആ അതെന്നിട്ട് ഞാൻ അവിടെ തൂക്കിയല്ലോ. എവിടെ ഏട്ടനെ എവിടെ കൊണ്ടു വെച്ചത്? ഇവിടെ തൂക്കിയോ? പിന്നെ അത് ഏട്ടൻ ഇതിപ്പോ അന്നത്തെ പോലെ വഴക്കുണ്ടാക്കാനാണെങ്കിൽ വെറുതെ വേണ്ടട്ടോ ഏട്ടാ. ഇതാ അടുക്കളയിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവുന്ന്. അടുക്കളയിൽ സ്ക്രൂ ഡ്രൈവർ എനിക്ക് എന്തിനാ? എങ്ങനെ തിരിയാനോ? എടി അകത്തെങ്ങാണ്ട് പോയെന്ന് പറയത്. നീ എവിടെ വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ മാറ്റി വെച്ചാൽ എങ്ങനെ അറിയാനോ? എന്താ അത് എവിടെയാണോ പോയി എടുത്തോടുന്നത്? എടുത്തു കൊടുക്ക് വേഗം. അവനെ പോണ്ടേ, സമയായി. അമ്മാവാ എടുത്തതാ ഇങ്ങോട്ട്. എന്ത് ചുമ്മാ കളിക്കല്ലേട്ടോ. എനിക്ക് വഴക്ക് കേൾക്കൊന്ന് എടുത്തിങ്ങോട്ട്. എനിക്ക് എന്തിനാ ഹെൽമെറ്റ് സ്ക്രൂ ഡ്രൈവറൊക്കെ? അമ്മാവൻ എന്നെ കളിപ്പിക്കാൻ മാറ്റി വെച്ചല്ലേ? ഞാൻ മാറ്റിയേക്ക് എന്തിന്? കണ്ട ആ മുഖത്ത് ചിരി ഉണ്ടല്ലോ. ഞാനോ? നോക്കിയാ ഞാൻ എടുത്തിട്ടുണ്ടോക്ക്. ഇല്ലല്ലോ, വെറുതെ എന്റെ നേർക്കാ രാവിലെ. അപ്പൊ ശരിക്കും കാണാനില്ലേ? ഇല്ലാത്തത് കൊണ്ടാ പറഞ്ഞത്. നീ അത് എവിടെച്ചാ പോയി എടുത്തോണ്ട് വന്നിട്ട് അകത്ത് പോയി നോക്ക്. അവിടെ ഉണ്ടാവും. കോളിക്കാൻ നിക്കണ്. ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നിട്ട് പോ. അതെ, ഹെൽമെറ്റ് ചൈനയുടെ? ചൈനയുടെ അല്ലാതെ എന്റെയാണ്. അതല്ല, ചൈനയിലാണോ ഉണ്ടാക്കണേന്ന്? അത് എനിക്ക് അറിഞ്ഞൂടാ. ആ കടയിൽ പോയി
അല്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ ചിലപ്പോ ചൈനയുടെ ഔട്ടോ. ആ എന്നാ അത് ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട്. രാവിലെ ഏട്ടൻ കുളിക്കാൻ കയറിയപ്പോഴേ ചൈനയുടെ സാധനം ഉണ്ടോന്ന് ചോദിച്ചു ഇതിലൊക്കെ കറങ്ങി നടക്കുമായിരുന്നു. എന്തേ അവൻ അതിന്റെ കച്ചവടം തുടങ്ങി? ചൈനയുടെ ആയാലും അമേരിക്കയുടെ ആയാലും ശരി, ചെറുക്കന് ജോലിക്ക് പോകാൻ സമയമായി, മര്യാദയ്ക്ക് സാധനങ്ങളോട് കൊടുക്കാൻ പറ. ഇനിയിപ്പോ എന്ത് ചൊല്ലിട്ടാവും പ്രശ്നം? ഇത് അമ്മാവ ഇവിടുത്തെ കാര്യങ്ങള്. വീടിന് തന്നെ ഇപ്പൊ ഒരു പ്രത്യേക ഐശ്വര്യം വന്നിട്ടുണ്ട്. എന്തിന്? ചൈനീസ് സാധനങ്ങൾ ഇപ്പൊ അടിക്കുന്ന കാറ്റിന് പോലും ഉണ്ട് ഒരു പ്രത്യേക അനുഭൂതി. ഇത് ചൈനയാണോ? നീ രാവിലെ വീട്ടിൽ വന്നാ? എനിക്ക് ചായ പറയട്ടെ? എനിക്ക് ചായയും ചോറൊന്നും വേണ്ട. നീ രാവിലെ വീട്ടിൽ വന്നതിന് സമാധാനം പറ. അയ്യോ ഞാൻ അവിടെ വന്നിരുന്നു. എന്തിന്? നിങ്ങൾക്കൊക്കെ ഒരു ഗുണം ഉണ്ടാവുന്ന കാര്യത്തിന് വേണ്ടി തന്നെ. എന്ത് ഗുണം? അളിയൊന്നും അവിടെ ഇരിക്കും. നീ കാര്യം പറ എന്റെ ക്ലീറ്റസേ. എടേ ഒരു ചായ എടുത്തടി. എനിക്ക് ചായ വേണ്ട. അളിയോട് ഇരിക്കേ. എനിക്ക് സമയം വൈകിന്ന്, എനിക്ക് ഓഫീസിൽ പോണ്ടേ. എന്താണ് അളിയന്റെ പ്രശ്നം? എന്താണ്? എന്റെ ഹെൽമെറ്റും മറ്റേ സ്ക്രൂ ഡ്രൈവറൊക്കെ നീ എടുത്തിട്ടുണ്ടാ? അതൊക്കെ ഞാൻ എടുത്തു. അതിങ്ങതാ. അതൊക്കെ ഞാനെടുത്ത് കളഞ്ഞളിയാ. എന്തിനാണ്? എന്റെ അളിയാ വലിയൊരു അപകടമാണ് ഞാൻ തട്ടി നീക്കിയെന്ന് മാത്രം അളിയൻ വിചാരിച്ചാൽ മതി. അതെ, അളിയൻ ഓഫീസിൽ പോയിട്ട് വരുന്ന എല്ലാ ദിവസവും ഇവിടെ ഒന്ന് പറയാറുണ്ടല്ലോ തലവേദന തലവേദന തലവേദന. ഇല്ലേ ഇല്ലേ അളിയൻ പറ. ഇനി ഇതേ മുടി പൊഴിച്ചില്, നര, ഇതിനൊക്കെ കാരണം എന്താണ്? ആ ഹെൽമെറ്റാണ്. ഇത് ആരുണ്ടാക്കിയെന്നറിയാമോ? ചൈനക്കാരന്മാർ. എന്തിന്? നമ്മളെപ്പോലുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ തകർക്കാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്ന് ക്ലീറ്റസ്, നിന്റെ തലയ്ക്ക് ഓളാണ്. എനിക്ക് ജോലിക്ക് പോകണം. ആ സാധനം കെടുത്താ എന്റെ അളിയോ അത് വെച്ച ക്യാൻസർ വരും. ക്യാൻസർ വന്നെങ്കിൽ ഞാൻ സഹിച്ചോളൂ. എടാ നീ എന്തിനിങ്ങനെ ചൂടാവണേ? ക്ലീറ്റ് ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്? നമുക്ക് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ചെയ്തത്. അതിന് ആ പാവത്തിന് ഇങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ? അല്ല നിനക്കെന്താണ്? നിനക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാവാഞ്ഞിട്ടാണെന്ന്. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ഒരു നന്മ നമ്മൾ ചെയ്തുകൂടാന്ന് പറയണത് ശരിയാ? ഓ അല്ല നിനക്കെന്താ പറ്റിയത്? ഇവന്റെ തലയ്ക്ക് ഓളാണെന്ന് വിചാരിക്കാം. അളിയനിപ്പോ എന്താണ് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് എന്റെ ഹെൽമെറ്റിങ് ഇതാ. അളിയന്റെ ഹെൽമെറ്റ് ഞാൻ എടുത്ത് കളഞ്ഞു. കളഞ്ഞാ? കളഞ്ഞു. എവിടെ? ഞാൻ ദൂരോട്ട് എടുത്ത് എറിഞ്ഞു കളഞ്ഞു. നീ ഒന്ന് അവിടെ ഇരിക്കും. നീ എനിക്ക് വേണേ ഒരെണ്ണം തന്നോ? ഞാൻ എന്തോട് ജോലിക്ക് പോകും. ജോലിക്ക് പോകാൻ ഈ സാധനം ഇല്ലാണ്ട് പിന്നെ എടുത്ത് കളഞ്ഞാല്? എന്റെ പൊന്നളിയാ നീ ബഹളം വെക്കല്ലേ. നിനക്ക് അല്പം ഒന്ന് സമാധാനം എന്താ? നീ അത് എടുത്ത് കളയുമ്പോ നീ മര്യാദക്ക് എന്നോട് ചോദിക്കണോ ചോദിക്കണ്ടേ? അതെ, നീ എന്നോട് ചോദിക്കണോ ചോദിക്കണ്ടേ? നിന്നൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതല്ലേ? എന്താ അപകടം? നീ ഒരു മാരക രോഗിയായനെ അത് നീ ഉപയോഗിച്ചിരുന്നെങ്കിൽ നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ നിനക്കൊരു ഹെൽമെറ്റ് വേണം ജോലിക്ക് പോകാൻ, അത് ഞാൻ തരാം. അതുപോലെ നീ പോസ്റ്റിൽ കയറാനാണ് പോകണമെന്നും വളരെ അപകടം പിടിച്ച പണിയാന്നൊക്കെ എനിക്കറിയാം. അത് ചിന്തിക്കാനുള്ള ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടോ? നീ ആദ്യം ഒന്ന് സമാധാനിച്ച് എന്റെ പൊന്നു കനക. നീ എന്തി കിടന്ന് തുള്ളണത്? അല്ല എന്താ നിങ്ങൾക്ക് മാനസികരവും പിടിപെട്ടോ? എടാ നമ്മളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിട്ട് ചൈന എന്ന് പറയുന്ന രാജ്യം ചെയ്യുന്ന പരിപാടിയാ ഇതൊക്കെ. എന്റെ പൊന്നെ സത്യാണ്. കൊണ്ടുപോകുന്നത് ഇതെന്താ കളിക്കാൻ നിൽക്കാണ്? എന്താണ് ഹെൽമെറ്റ്? ഇത് ഈ പുഴുങ്ങി അളിയോ എന്താണ് നിനക്ക്? എനിക്ക് ഭ്രാന്തനാണ്. നീ എന്നാലും ആ രോഗം പറഞ്ഞ ആ സാധനം വെച്ചോളൂ പറഞ്ഞ. എടെ രോഗം വന്നാൽ ഞാൻ സഹിച്ചെന്ന് പറഞ്ഞില്ലേ? എന്റെ ഹെൽമെറ്റും സ്ക്രൂ ഡ്രൈവറിനെ എവിടെ കൊണ്ടുപോയിട്ട് പറ. അളിയാ ഇത് ഇന്ത്യയുടെ ഹെൽമെറ്റ് ആണ്. ഇത് നമുക്ക് ഏറ്റവും സുരക്ഷിതമായി നമ്മളെ രാജ്യത്ത് ഉണ്ടാക്കുന്ന സാധനമാണ്. അത് വെക്ക്. അത് വെച്ചോണ്ട് പോന്നീ. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഈ പിശാചിനെ കൊണ്ടുപോയിട്ട് വല്ല മാനസിക ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട്. അളിയാ നിനക്ക് ഞാൻ പറഞ്ഞില്ലേ യവനെ അത് വെച്ച് അവന് അസുഖം കൂടി. യവനാണ് കുഴപ്പം. ഞാൻ പറഞ്ഞില്ലേ ചൈന നമ്മളെ നശിപ്പിച്ചോണ്ടിരിക്കുക. യവൻ പോയി കൈവിട്ടു. നീ ആ സാധനം എവിടെ കൊണ്ടുപോയിട്ട് സമാധാനം ആലോചിച്ച് നോക്കളിയാ. എന്റെ പൊന്നളിയാ നീ അത് എവിടെ കൊണ്ടുപോയിട്ടതെങ്കിൽ അത് പറ, ഞാൻ അത് എടുത്തിട്ട് പൊക്കോളാന്ന്. അളിയ അത് ഞാൻ ഇപ്പൊ ഇട്ട സ്ഥലം പറഞ്ഞാൽ അളിയന് അത് അവിടെ എടുക്കാനൊന്നും പറ്റൂല. ദൈവമേ വലഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നു ഇവനെ? അത് ഞാനേ ഒരു ദിവസം അത് വെച്ചിട്ട് പോന്നീ. ഞാനങ്ങ് കത്തിച്ചു. എന്ത് ചൈനീസ് സാധനങ്ങൾ കത്തിച്ച കൂട്ടത്തിൽ ആ ചൈന സാധനം കത്തിച്ചു ഞാൻ. അത് ചൈന സാധനമാണെന്ന് എന്നോട് ആരാ പറഞ്ഞത്? അതിൽ എഴുതിയിട്ടുണ്ടല്ലോ മെയ്ഡ് ഇൻ ചൈന. മരത്തലേ അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണെന്ന്. നീ എന്തൊരു മനുഷ്യനാണോ? അളിയ മറ്റേ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകുന്നതേക്ക് മാക്രി തലയാ. മാറിക്കോട്ട് തങ്കം യവന് ക്യാൻസർ അല്ല, ഭ്രാന്ത, മുഴുത്ത ഭ്രാന്ത്. കിട്ടിയടാ ഒന്നും ഉണ്ടാക്ക്. കേറ് സമയം അവിടെ ഇല്ലേ? പോയിട്ട് വരാം. ദേഷ്യം വന്നിട്ട് പോണതാ. എന്താ പ്രശ്നം ഉണ്ടാക്കിട്ടാ വരണവൻ?
അതെ ഞാൻ ഇനി നിന്ന സമയം വഴുകും, ഞാൻ പോട്ടെന്നാ കേട്ടോ. ഇവിടെ പിള്ളേരുടെ സ്വഭാവം ഒന്ന് നേരെ ചൊവ്വ വരാൻ വേണ്ടി ഗുരുവായൂരപ്പൻ ഒരു നെയ് വിളക്ക് എത്തിച്ചേക്കണേ. ഓ ഏയ് അല്ല എന്റെ ചെരുപ്പ് എവിടെ? ചെരുപ്പ് ചൈനയുടെ ആണോ? ചൈനയുടെ ചെരുപ്പാണോ? എന്തേ? എന്നാ പോയി. അല്ല അത് ചൈനീസ് മേളന്ന് മേടിച്ചാന്ന് അവനെങ്ങനെ അറിഞ്ഞ്? നന്നായി. എന്നാ ക്ലീറ്റർ ചേട്ടൻ എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ഇവനെന്താ പ്രാന്തത്? മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ലേ? ഒരു കുരുത്തം കെട്ട ജന്മം. അതെ ഞാനേ ഇപ്പൊ അത് ചോദിക്കാനൊന്നും പോണില്ല, ഒരു അമ്പലത്തിലേക്ക് പോവല്ലേ. ഇനിയിപ്പൊ ദൈവത്തിന്റെ അടുത്ത് പോകണ്ട് ചെരുപ്പിടാണ്ട് പോകാനാവും യോഗം. കാലിലാണെങ്കിൽ ഒരു ആണി ഉണ്ടാവാ. അമ്മോ പാവം അവൻ. ഈ ക്ലീറ്റർ ചേട്ടൻ എന്തിന്റെ കേടാമേ? എനിക്കൊന്നും അറിഞ്ഞൂടെ. എന്റെ ഗുരുവായൂരപ്പ എല്ലാം നേരെ ചൊവ്വയാക്കി തന്നാ മതി. കഷ്ടം, അത് നടന്നു പോണ കണ്ടില്ലേ? അല്ല ക്ലീറ്റർ ചേട്ടൻ എന്തിന്റെ കേടാ? അല്ല എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക, അവൻ എന്തിന്റെ കേടാ? വട്ടുണ്ടോ? വട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയെ? പാവം അമ്മാവൻ ചെരുപ്പില്ലാതെ ഞൊണ്ടിയാ പോയത്. അതാണോ? അമ്മാവന്റെ ചൈനയുടെ ചെരുപ്പായിരിക്കും, അതായിരിക്കും. ഇതെന്താ മര്യാദക്ക് എന്റെ കൊതുവിനടിക്കുന്ന ബാറ്റ് കൊണ്ട് തന്നാൻ പറഞ്ഞേക്കണം. അമ്മയ്ക്കൊക്കെ എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് അമ്മേ? അമ്മേ, അമ്മയുടെ ബാറ്റ്, അമ്മാവന്റെ ചെരുപ്പ്, ഇതൊക്കെ ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് രണ്ടാർക്കും ക്യാൻസർ വരും. അമ്മാവിന് കാലിന്, അമ്മയ്ക്ക് കൈക്ക്. എങ്ങനെയാന്ന് ചോദിക്ക് എന്നോട് ചോദിക്കാ. ആ ഈ ചൈനക്കാരുണ്ടാക്കണ സാധനങ്ങളുണ്ടല്ലോ, അതിനകത്ത് അവര് ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരുതരം മരുന്ന് വെച്ചിട്ടാ ഉണ്ടാക്കണേ. അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും കാലിലും വായിലൊക്കെ ക്യാൻസർ വരും. അങ്ങനെ മരിക്കണം അമ്മയ്ക്ക്. അയ്യോ വേണ്ട. ആ മാത്രമല്ല ചൈനയിൽ ഉണ്ടാക്കുന്ന ബാറ്റ് കൊല്ലുന്നതോ നമ്മുടെ ഇന്ത്യൻ കൊതുകുകളെ. ആര് കൊടുത്തിയ അധികാരം? അല്ല ആര് കൊടുത്തു? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ അമ്മേ? സാധ്യമാണോ? അമ്മ പറയണം. അമ്മേ, നമ്മുടെ പുതുതലമുറയിലേക്ക് ക്യാൻസർ എന്നുള്ള മാരക രോഗം കുത്തിവെച്ച് നമ്മുടെ തലമുറയെ ഇല്ലായ്മ ചെയ്ത് ഇന്ത്യയെ പോലുള്ള ഒരു സാമ്രാജ്യ ശക്തിയെ ഇല്ലായ്മ ചെയ്യാനാണ് ചൈനയെ പോലുള്ള വൻകിട രാജ്യത്തിന്റെ ഉദ്ദേശം. പൊന്നുമോളെ, 10ാം ക്ലാസ്സും ചാട്ടുമായിരുന്നു, നിനക്ക് എങ്ങനെയാണ് ഈ ബുദ്ധി കിട്ടിയത്? അമ്മേ, 10ാം ക്ലാസ്സിൽ ജയിച്ചില്ല എന്നുള്ളത് വേറെ വിഷയം. ഞാനിപ്പോ ജീവിക്കുന്നത് ആരുടെ കൂടെയാ? ക്ലീറ്റസിന്റെ കൂടെ. ആ ബുദ്ധിയും വിവേകവും ഉള്ള, അത് എടുത്തു പറയണം, എന്റെ ക്ലീറ്റോയുടെ കൂടെ. അവൻ മന്ത്രിയാവും. ആ അല്ലാതെ കണ്ണിക്കണ്ട പോസ്റ്റിക്കർണവന്മാരുടെ കൂടെ അല്ല. മതി അങ്ങോട്ട് കയറണ്ട. എന്നോട് ചാടിക്കടിക്കണ്ട. എന്റെ ക്ലീറ്റോയുടെ അപസരോചിതമായ പെരുമാറ്റം കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ക്യാൻസറിൽ നിന്ന് വിമുക്തി നേടിയത്. അത് മറക്കരുതമ്മ. ക്യാൻസർ വിതയ്ക്കുന്ന ആ ബാറ്റ് അമ്മക്ക് ഇനി വേണോ? വേണ്ട. ചുമ്മാ അല്ല, എന്റെ ആ ബാറ്റ് എടുക്കുമ്പോ എനിക്കൊരു കൈക്ക് പരിപ്പുണ്ടായിരുന്നു. ഓ കണ്ടോ? നിനക്കെന്താ വേണ്ടത് ഇനി? എനിക്ക് കുറച്ച് മനസമാധാനം വേണം. കിട്ടൂ? നിന്റെ തല ഉള്ളിടത്തോളം കാലം അത് കിട്ടില്ല. ഇവിടെ അല്ലെങ്കിൽ തലയ്ക്കൊരു വെളിവില്ലല്ലോ. ഇവിടെ നിന്ന് പുരാണം കേട്ടോ അമ്മ. അമ്മേ, ഒരു സാധനം ഉപയോഗിക്കത്തിട്ടോ. ഞാൻ തങ്ക പറയണത്. അയ്യോ, എന്തെങ്കിലുമൊക്കെ അകത്തിട്ടോ നീ നോക്കിക്കോ, എന്നിട്ട് ഇങ്ങോട്ട് എടുത്തോണ്ട് പോരെ. പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കട്ടെ. ആ ചെല്ല്. ഇത് ശ്വസിച്ചിട്ട് അവരിങ്ങനെ പതുക്കെ പതുക്കെ അറിയാതെ മരിച്ചു പോവും, നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയും പോവും. ഈടാ ഇതൊക്കെ നോണ പറഞ്ഞു വിടുന്നതാണ്. കനക ഞാൻ വാട്സാപ്പിൽ കണ്ടതാണ്. അതുപോലെയുള്ള അവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ടല്ലോ, അത് അവിടെ ഡംപ് ചെയ്യാതെ അവർ നമ്മുടെ രാജ്യത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉരുക്കിയിട്ട് കുട്ടികളുടെ കളിപ്പാട്ടം ഉണ്ടാക്കും. ഇവരിത് കളിക്കാൻ നേരത്ത് വായിൽ വെക്കാൻ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കും വരും മാരക രോഗങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ ചൈനയുടെ ഉൽപ്പന്നങ്ങളെ നശിപ്പിച്ച് കളയണം. ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ, അവനെ ഞാൻ നശിപ്പിക്കും. ഇത് അവൻ ചൈനയുടെ അല്ല ഞാൻ പറയാം. അതെ, എനിക്ക് തോന്നുന്നു അവനെ കണ്ട ഒരു ചൈനയുടെ ലക്ഷണമുണ്ട്. അവന്റെ കണ്ണ് ചൈനയുടെ ആയിരുന്നു തോന്നുന്നു. എന്തേലും പറയുമ്പോ ഇത് രണ്ടു പിന്നെ നെറുകെ കയറിയിരിക്കും. ശ്രദ്ധിച്ചണ്ട. ഞാൻ ഒന്ന് അടുക്കളയിൽ പോയിട്ട് വന്നപ്പോൾ ഇതിന്ന് കുറച്ച് നീ കട്ടോ അല്ലേ? എടുത്തോ ഇതിന്ന്? എടുത്തോ എന്നാണ് ഞാൻ ചോദിച്ചത്. എടുത്ത് തരാന്നല്ല, നീ എടുത്തോ ഇതിന്ന് കുറച്ച്. ആ വേണേ ഇച്ചിരൂടെ തരാം. ഇങ്ങനെ ഒരു കൊതിച്ചിപ്പാറും. ആ തങ്കം, അതെ നിന്റെ ആങ്ങളെ ഭ്രാന്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവന്റെ ഭ്രാന്ത് അടങ്ങിയില്ലെന്ന് തോന്നുന്നു. നീ ഒന്ന് ചെന്ന് നോക്ക്. ഞാനില്ല എന്ന് പറ. പോ. അളിയാ ആ അളിയനെന്തേ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, രാവിലെ ഞാൻ കണ്ടായിരുന്നു. ആണോ?
ഞാൻ രാവിലെ അവനോട് എന്തൊക്കെയോ പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. സാരാക്കണ്ടാടാ. അല്ല ഇല്ല, സാരാക്കിയിട്ടില്ല. പക്ഷേ എന്നോട് ഫാസിലും ഇതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സംഗതി കത്തിയത്. കാരണം ഈ ചൈന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ കുഴപ്പമാണ്. മനസ്സിലായോ? ഇപ്പോഴത് മനസ്സിലായത്. അളിയമ്മ ഉണ്ടായിരുന്നോ? ഞാനേ പുറത്ത് കാറ്റുകൊണ്ടിരിക്കുക. ആണോ? അളിയ അങ്ങോട്ട് ഇരിക്കളിയാ. എന്താ അളിയാ? അല്ല അളിയ ഇരി. അളിയിരുന്നോ? അതെ, എനിക്ക് അളിയനോട് മാപ്പ് പറഞ്ഞ അളിയ. അല്ല, രാവിലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞല്ലോ അളിയനോട്. ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചതേ. അതൊക്കെ നമ്മൾ പതിവായിട്ടുള്ള കാര്യങ്ങളല്ലേ. പക്ഷെ അളിയ ചെയ്ത് വലിയൊരു ഉപകാരമാണ്. എന്ത്? അല്ല, ഈ സാധനങ്ങളൊക്കെ എന്റെ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞല്ലോ. എന്റെ അളിയ, എനിക്കൊരു കിട്ടിയ ചെറിയ അറിവ് ഞാൻ അളിയന് പകർന്നു തന്നു, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ? എന്തേ? ഇതിപ്പോ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ സമയത്ത് വീടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നോക്കി ഇനി വേറെ വല്ല ചൈന ഉൽപ്പന്നങ്ങൾ ഉണ്ടോന്ന്. അപ്പൊ നോക്കുമ്പോ അങ്ങനെ കിട്ടിയ സാധനങ്ങളാണിത്. ഇതും കൂടെ നമുക്ക് കത്തിച്ച് കളയണം. ഇനിയിപ്പോ നമുക്ക് 4 മണിക്ക് ഒരു സെക്ഷൻ കത്തിക്കണുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതങ്ങ് കത്തിക്കാം. അതെ അല്ലേ? അപ്പൊ ഇത് ഞാൻ എവിടെ വെക്കും? അങ്ങോട്ട് വെച്ചോ. അല്ലെ അവിടെ വെക്കും. ഇവിടെ ഒന്നും വെക്കണ്ട അളിയാ. അവിടെ വെച്ചോ, കുഴപ്പമില്ല. ഇതിപ്പോ കുറച്ച് സമയം ഇത് എനിക്കൊന്ന് മൊബൈലിലെ ഇതിനെ കുറച്ച് ഷൂട്ട് ചെയ്ത് വെക്കണം. പിന്നെ അളിയും കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടി നമ്മൾ ആൾക്കാരിൽ എത്തിക്കുക. ഇത് ഇന്നാണ്, ഇന്ന സാധനമാണ്. അപ്പൊ അത് ആ ഫോണിന്റെ അടുത്ത് വെച്ചോ. കഴിയുന്നത് ഇത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് അത് കളഞ്ഞോളാം. ഇനിയിപ്പോ 4 മണി കഴിയും അടുത്ത കത്തിക്കല്. എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിലും എടുത്തോണം കേട്ടോ. എന്തെങ്കിലും ഇനി ഇരിക്കണമെങ്കിൽ എടുത്തോണം. എടി അളിയിൽ നൂഡിൽസ് കൊടുക്ക്. അയ്യോ, ഇത് നൂഡിൽസ് അല്ലേ? ഇത് ചൈനക്കാരുടെ ഭക്ഷണമാണ്. ഇതും കഴിക്കരുത് അളിയാ. അളിയ, ഇത് സത്യം പറഞ്ഞ നമ്മുടെ ഇന്ത്യക്കാരുടെ ഇടിയപ്പത്തിനെ ഇവന്മാരെ അടിച്ചു മാറ്റിയിട്ട് നൂഡിൽസ് പേരിട്ട് ഇറക്കണതാ. ഇത് നമ്മുടെ സ്വന്തം ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ മാത്രമല്ല, ഈ ആഹാരം കൊണ്ടല്ലോ, അന്നത്തോട് നമ്മൾ അങ്ങനെ ഒരു വിവേചനം കാണിക്കാൻ പാടില്ല. ദൈവകോപം ഉണ്ടാവും. പിന്നെ ഇപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നല്ലേ പച്ചക്കറി വരണത്, നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരത് അയക്കാതിരിക്കുന്നില്ലല്ലോ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യത്തിലൊന്നും നമ്മളൊരു വേറൊരു കാണിക്കരുത്. ശരിയാ. തമിഴ്നാട്ടുകാർ പച്ചക്കറി തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ സാമ്പാർ വെക്കും, എങ്ങനെ ഉപ്പേരി വെക്കും? എങ്കിൽ സാമ്പാറൊക്കെ അന്യം നിന്ന് പോവും തന്നില്ലെങ്കിൽ. അപ്പൊ എന്തായാലും അളിയാ, അളിയനും അളിയന്റെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു സംഗതി തോന്നിയാലുണ്ടല്ലോ, വലിയ സംഭവമാണ്. അളിയനെ ഞാനൊരു നന്ദി പറയാണ്. ചൈനയെ എവിടെ നിന്ന് തുടച്ചു മാറ്റുന്ന ഞങ്ങളുടെ ആ ഒരു യജ്ഞത്തില് ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന്. പിന്നെ അളിയനെ അറിയാവുന്നവരോടൊക്കെ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ ഇന്ന് മുതൽ ഇതിന്റെ പ്രചാരകനായിട്ട് മാറാൻ പോവാണ്. എന്താ പറയാൻ പോയാലോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണേ. 4 മണിക്ക് ഇനി ഒരു കത്തിക്കലേ ഉള്ളൂ. നോക്കാം, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ശരി. വേണ്ട കേട്ടോ, അതിന് ചമ്മമാവന് വേണ്ട, മാവന് വേണ്ട. വേണ്ട, ഇനിയേ പോന്നു. ഏട്ടാ, ഏട്ടാ, ഞാൻ പോടാന്നുണ്ട്. അങ്ങോട്ട് പോയാ ചൂട്. അങ്ങോട്ട് പോയാന്ന്. നീ വേണ്ടാന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പിന്നീട് ചെയ്യൂ. സത്യം പറ. എവിടെ പോയതാ? എങ്ങും പോയില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കണാണല്ലോ. അവിടെ ശരിക്കും നോക്കി ശരിക്കും പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു പോവോ? ഈ വീട്ടിലില്ലേ ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. താഴെ എല്ലാം ഉണ്ടോ നോക്കി. ഇരിക്കണം. അവളുടെ അടുത്ത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പഠിക്കണം 10 കൊണ്ട് ഇവിടെ വെക്കരുത്, മേശയെ കൊണ്ട് വെച്ചോണം. അല്ലേ പിന്നെ എടി കാരണം നീ എന്നെ കൊണ്ട് ഇനി വല്ലതും പറയിക്കരുത്. നോക്കാൻ പറഞ്ഞിടത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയതാ. അളിയാ അവിടെ വന്നേ. ഇത് പിടിച്ചു. ഇവിടെ നോട്ടെങ്കും പോണ്ട. എന്താ? അതെ, ഓ നീ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തോണ്ടല്ലേ? അത് ഞാൻ എന്ത് സാധനം? നിനക്കറിയില്ല? നീ കൂടുതൽ അഭിനയിക്കല്ലേ? മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് എടുത്തുന്ന സാധനം കൊണ്ട് തരാൻ. എടേ, ഇതാണ് മുമ്പ് നിന്റെ കുഴപ്പം. എന്തെങ്കിലും മനസ്സിൽ വെച്ച് നീ ഓരോന്ന് പറഞ്ഞോളൂ. നിന്റെ മനസ്സിലുള്ളത് എന്താണെങ്കിൽ തുറന്നു പറ. നീ കൂടുതൽ കളിക്കണ്ട. എനിക്ക് നിന്നോട് തമാശ കളിച്ചോണ്ടിരിക്കാൻ സമയമല്ല. നീ എന്റെ ഫോണും എടുത്തേ. എന്ത് ഫോണാ? അയ്യോ, ഞാനത് മറന്നു. ഓ, ഭയങ്കര മറവിക്കാരനാണല്ലോ. നീ എന്ത് പരിശോധിക്കാനാണ് എന്റെ ഫോൺ എടുത്തോണ്ടെന്ന്? ഇതാണാ? ഇത് തന്നെ. അളിയാ, ഇത് ചൈനയുടെ ഫോണാളിയാ. ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ആ ഹെൽമെറ്റ് തലയിൽ വെച്ച് കഴിഞ്ഞപ്പോ നീ പറഞ്ഞില്ലേ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ വരുമെന്ന്.
ഈ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലും വലിയ ക്യാൻസർ വരികയോ? അളിയാ എനിക്ക് ക്യാൻസർ വന്നോട്ടെ, ഞാനങ്ങ് ചത്തോട്ടെ. നീ തമാശ കളിക്കാൻ എന്റെ ഫോൺ ഇങ്ങോട്ട് വന്നേ. അയ്യോ, നീ ചത്ത് കഴിഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതെ, എനിക്ക് കേന്ദ്രത്തിലൊക്കെ വിളിക്കാനുള്ളതാണ്. എന്റെ പ്രസിഡന്റ് ഇപ്പൊ വിളിക്കും. അതെ, കേന്ദ്രം ഒന്നല്ല വിഷയം, എനിക്ക് ഫോണും അല്ല, നീയാണ് വരുന്നത്. നിന്റെ കാര്യം ഞാൻ നോക്കണ്ടേ? അളിയ തമാശ കളിക്കാതെ ഫോൺ ഇങ്ങോട്ട് എന്റെ ഫോൺ എടാ ദ്രോഹി, ഞാനിനി എങ്ങനെ വിളിക്കൂടാ? നിനക്ക് വിളിക്കാലയ്യാ. ഇതാ കണ്ട, ആ സിമ്മ് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യന്റെ സിമ്മ്. ഇതേപോലത്തെ ഒരു ഇന്ത്യൻ ഫോൺ വാങ്ങിയിട്ട് ഇതിനകത്തിട്ടോ. നിന്നെ ഞാൻ ക്യാൻസറിൽ നിന്ന് രക്ഷിച്ചില്ലടാ. ആ, ഇവിടെ കിടക്കും. Alien versus Alien.